നമസ്കാരം പ്രിയപ്പെട്ട കുഞ്ഞോളെ, നമ്മൾ മെറ്റലർജി എന്നുള്ള ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനുകളിലാണ്. മെറ്റലർജിക്കൽ പ്രോസസ്സുകൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട 4 മെറ്റൽസിന്റെ മെറ്റലർജിക്കൽ പ്രോസസ്സുകളും ഡിസ്കസ് ചെയ്തു. അല്ലെ, എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തെർമോഡൈനാമിക് ഓഫ് മെറ്റലർജി. കുറച്ച് പ്രധാനപ്പെട്ട സെക്ഷനാണിത്. 2 വീഡിയോസിലായിട്ടാണ് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോ ആൻഡ് നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, തെർമോഡൈനാമിക്സ് ഓഫ് മെറ്റലർജി. ഇത് ആക്ച്വലി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 6th ചാപ്റ്റർ തെർമോഡൈനാമിക്, അതേപോലെ ഈ വർഷത്തെ 6th ചാപ്റ്റർ മെറ്റലർജി, ഈ രണ്ടെണ്ണത്തിനെ ഒന്ന് കോറിലേറ്റ് ചെയ്യാം. ഈ 2 ചാപ്റ്റേഴ്സിനെ ഒന്ന് കോറിലേറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ, ഈ മെറ്റലർജിക്കൽ പ്രോസസ്സിന്റെ സമയത്ത് 3ാമത്തെ സ്റ്റെപ്പിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിനെ നമ്മൾ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുന്നു ബൈ കാൽസിനേഷൻ ഓർ റോസ്റ്റിംഗ്. അങ്ങനെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റിയ ആ ഓറിൽ നിന്ന് ശുദ്ധമായ പ്യുവറായിട്ടുള്ള മെറ്റൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ക്രൂഡ് മെറ്റൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഒരു റെഡ്യൂസിങ് ഏജന്റുമായി ചേർത്ത് ചൂടാക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിക്കും ഫോളോ ചെയ്യണം. ഒരു റെഡ്യൂസിങ് ഏജന്റുമായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോഴാണ് മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്യപ്പെട്ടിട്ട് മെറ്റൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലേ? അപ്പോൾ എല്ലാ മെറ്റൽ ഓക്സൈഡുകൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് സെയിം അല്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ് ഓരോ സ്ഥലത്തും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ മെറ്റൽ ഓക്സൈഡിൽ നിന്ന് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? ആ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട്, കേൾക്കണേ, ആ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് മെറ്റൽ ഓക്സൈഡിൽ നിന്നും മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഏതാണ്? ഈ 2 കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, മെറ്റൽ ഓക്സൈഡിൽ നിന്നും മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, അതായത് ഓക്സിജനെ റിമൂവ് ചെയ്യാൻ സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? ആ റെഡ്യൂസിങ് ഏജന്റുമായി ചേർത്തിട്ട് മെറ്റൽ ഓക്സൈഡിനെ ചൂടാക്കുമ്പോൾ ഓക്സിജൻ റിമൂവ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ ഏതാണ്? ഈ 2 കാര്യങ്ങൾ നമുക്ക് അറിയണം. ഇതറിയണമെങ്കിൽ അതിന്റെ തെർമോഡൈനാമിക്സ് അറിയണം. ഓക്കെ, അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോവാണ്. കേൾക്കണം, നമ്മുടെ കയ്യിലുള്ള, സപ്പോസ് നമ്മുടെ കയ്യിലുള്ള മെറ്റൽ ഓക്സൈഡ് MxO, ഇതാണ് നമ്മുടെ കയ്യിലുള്ള മെറ്റൽ ഓക്സൈഡ്. കേൾക്കണം, MxO is the metal oxide. ഇതിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ആണ്, അത് വേറെ മെറ്റലാണ് കേട്ടോ. റെഡ്യൂസിങ് ഏജന്റ് വേറെ മെറ്റലാണ്, M' റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ M' ചേർത്തിട്ട് MxO ചൂടാക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ MxO എന്ന് പറയുന്നത് ഓക്സിജനെ ലോസ് ചെയ്യും. ആ മെറ്റൽ ഓക്സൈഡ്, ഇതാണ് മെറ്റൽ ഓക്സൈഡ് ലോസ് ചെയ്യുന്ന ഓക്സിജന് റെഡ്യൂസിങ് ഏജന്റ് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ നടക്കുന്ന റിയാക്ഷൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതുന്നു. മെറ്റൽ ഓക്സൈഡ് ഓക്സിജൻ ലോസ് ചെയ്യും. കേൾക്കണം, അങ്ങനെ ഓക്സിജൻ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? Mx എന്ന് പറയുന്നത് ഫ്രീ മെറ്റലായിട്ട് മാറും, which is Xm. ഓക്സിജൻ ലോസ് ചെയ്യും. ഓക്കെ, ആ ഓക്സിജനെ ആര് ടേക്ക് ചെയ്യും? M'. ഓക്കെ, so that M' which is the reducing agent, okay, M' will take that oxygen which is lost by the metal oxide, okay, and converted into M'(XO). അങ്ങനെയാണ് അല്ലേ? മെറ്റൽ ഓക്സൈഡിന് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ റെഡ്യൂസിങ് ഏജന്റിന് ഓക്സിഡേഷൻ സംഭവിക്കും.
മെറ്റൽ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യപ്പെട്ടു, മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ടു, റെഡ്യൂസിംഗ് ഏജന്റ് അതിന്റെ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതായത് നിങ്ങൾ ഈ രണ്ട് റിയാക്ഷൻസ് ആഡ് ചെയ്ത് അപ്പൊ എന്താ കിട്ടാ? MXO പ്ലസ് XM dash plus half O2 gives XM plus half O2 plus M dash XO. അല്ലേ? cancelled. then ബാക്കി എന്താണ്? MXO metal oxide combine with or react with XM dash. ഇവിടെ നമ്മൾ ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ചൂടാക്കുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? XM metal converted into its free state, metal oxide, reducing agent is converted into its oxide form. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസിംഗ് ഏജന്റുമായി ചേർത്ത് ചൂടാക്കുമ്പോൾ മെറ്റൽ ഓക്സൈഡ് മെറ്റലായിട്ട് മാറുന്നു, റെഡ്യൂസിംഗ് ഏജന്റ് അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഇതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഈ MXO യിൽ നിന്ന് XM കിട്ടാൻ അനുയോജ്യമായ M dash ആരാണ്? ആ റിയാക്ഷൻ നടക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഏതാണ്? ഇതറിയാം. ഓക്കെ, ഇതറിയാം. ഓക്കെ, അതിന് നോക്കൂ, എന്താ ചെയ്യുന്നത്? ഇതാ, ഞാൻ ഈ റിയാക്ഷന്റെ ഫ്രീ എനർജി ചേഞ്ചിനെ ഞാൻ ഡെൽറ്റ G1 എന്ന് വിളിക്കും. ഈ റിയാക്ഷന്റെ ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ G2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷന്റെ ഡെൽറ്റ ഫ്രീ എനർജി ചേഞ്ച്, ഞാൻ ഇതിന്റെ ഡെൽറ്റ free energy change for this reaction, delta G reaction is equal to, actually this is the sum of these two reactions. Therefore the free energy change for this reaction is equal to the sum of the free energy change for these two reactions. Okay, then it is delta G2 plus delta G1. Okay, this plus this. എന്താ ഈ ഫ്രീ എനർജി ചേഞ്ച്? അതറിയണം. എന്താ ഫ്രീ എനർജി ചേഞ്ച്? അതാണ് നിങ്ങൾ +1 പഠിച്ചത്. ഡെൽറ്റ ജി സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് പി ഡെൽറ്റ എസ്. എന്താണ് ഇമ്പോർട്ടൻസ്? ഇവിടെ പഠിച്ചതാണ്. എന്താണ്? if this delta G is equal to 0, which means the reaction is equilibrium. If this delta G is greater than 0, ഒരു റിയാക്ഷന്റെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് 0 നേക്കാൾ കൂടുതലാണ്, which means പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ that reaction is non spontaneous. ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി നടക്കൂല. ഓക്കെ, അതേസമയം ഈ ഒരു റിയാക്ഷന്റെ ഡെൽറ്റ ജി ലെസ് ദാൻ 0 ആയി, എന്നാണ് ലെസ് ദാൻ 0, which means നെഗറ്റീവ് ആയി, then that reaction is spontaneous. ഓക്കെ, എന്താ നോക്കുക, ഒരു റിയാക്ഷൻ A gives B, ഈ റിയാക്ഷന്റെ ഡെൽറ്റ G0 is equal to 0, which means this reaction is in equilibrium. Okay, a reversible reaction equilibrium എത്തിനാണ്. അതേസമയം A gives B, അതിന്റെ ഡെൽറ്റ G0 നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. എന്ന് പറഞ്ഞാൽ A B ആയിട്ട് മാറുന്ന റിയാക്ഷൻ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായമില്ലാതെ നടക്കും. A പെട്ടെന്ന് B ആയിട്ട് മാറും. A B ആയിട്ട് മാറാൻ Aനോട് ആരും പറയേണ്ട, അത് സ്പോണ്ടേനിയസ് ആയിട്ട് B ആയിട്ട് മാറും. ആ റിയാക്ഷൻ ഫീസിബിൾ ആണ്, ആ റിയാക്ഷൻ നടക്കും. അതേസമയം A gives B എന്നുള്ള റിയാക്ഷന്റെ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ സാധാരണ രീതിയിൽ A തനിയെ B ആയിട്ട് മാറില്ല. ആ റിയാക്ഷൻ ഫീസിബിൾ അല്ല, A B ആയിട്ട് മാറില്ല. അതേസമയം ആ റിയാക്ഷന്റെ റിവേഴ്സ് പ്രോസസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഈ റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷന്റെ ഡെൽറ്റ ജി പോസിറ്റീവ് ആണ് എങ്കിൽ
ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം. അതായത് ഫോർവേഡ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നില്ല എങ്കിൽ ബാക്കിലോട്ടുള്ള റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഡെൽറ്റ ജി കൊണ്ടുള്ള എന്താണ് ഡെൽറ്റ ജി ഉപയോഗിച്ചിട്ട് സ്പോണ്ടേനിറ്റി, ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റി നമ്മളെ പഠിക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, തിരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ആ റിഡക്ഷൻ പ്രോസസ് നടക്കുക. ഓക്കെ, എന്താണ് മെറ്റൽ ഓക്സൈഡ് മെറ്റലായിട്ട് മാറുന്നു, റെഡ്യൂസിംഗ് ഏജന്റ് അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷന്റെ ഡെൽറ്റ ഫ്രീ എനർജി ചേഞ്ച്, ഐ മീൻ ഫ്രീ എനർജി ചേഞ്ച് ഫോർ ദിസ് റിയാക്ഷൻ is the sum of the free energy change for these two reactions. Okay, ഇനി ഞാൻ ഇതിനെ ഞാൻ ഇങ്ങനെ നോക്കുക. ഈ റിയാക്ഷന്റെ റിവേഴ്സ് പ്രോസസ് എന്താ? ഈ റിയാക്ഷന്റെ റിവേഴ്സ് പ്രോസസ് HCl. Okay, HCl combined with half O2. ഇത് മെറ്റൽ ഓക്സൈഡ് മെറ്റലും ഓക്സിജനുമായിട്ട് ഡികമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ അല്ലേ? അതിന്റെ റിവേഴ്സ് എന്താ? മെറ്റൽ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് അതിൽ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, എങ്കിൽ അതിന്റെ ഫ്രീ എനർജി ചേഞ്ച് ഞാൻ ഡെൽറ്റ G3 എന്ന് വിളിക്കുന്നു, which will be equal to minus of delta G1. ഓക്കെ, ഇതിന്റെ റിവേഴ്സ് റിയാക്ഷന്റെ ഡെൽറ്റ ജി ഇതിന്റെ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഡെൽറ്റ ആർ ജി free energy change for this reaction is equal to delta G2, delta G1 എന്താണ് actually minus of delta G3. ഓക്കെ, ഇനി ഇതേ സാധനത്തിന്റെ വേർതിരിക്കുന്നു. ഇപ്പോൾ ഡെൽറ്റ ആർ ജി ഈസ് ഈക്വൽ ടു എന്താ ഇവിടെ സംഭവം? ഡെൽറ്റ G2 എന്ന് പറയുന്നത് ഈ റിയാക്ഷന്റെ ഫ്രീ എനർജി ചേഞ്ച് അല്ലേ? എന്താണ് റിയാക്ഷൻ നടന്നത്? ഒരു മെറ്റൽ ആ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ദിസ് ഈസ് ദ ഫോർമേഷൻ റിയാക്ഷൻ. മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഫ്രീ എനർജി ചേഞ്ച് ഇങ്ങനെ എഴുതുന്നു, ഡെൽറ്റ ജി ഫോർമേഷൻ എന്തിന്റെ M-XO M-XO ഫോം ചെയ്യുന്ന റിയാക്ഷന്റെ ഫ്രീ എനർജി ചേഞ്ച് മൈനസ്, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ദിസ് ഈസ് ദി ഫ്രീ എനർജി ചേഞ്ച് ഫോർ ദി ഫോർമേഷൻ ഓഫ് MXO. ഓക്കെ, അതായത് ഇതാ ഈ റിഡക്ഷൻ പ്രോസസ്സിന്റെ ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്, രണ്ട് ഫോർമേഷൻ റിയാക്ഷൻസിന്റെ ഫ്രീ എനർജി ചേഞ്ചിന്റെ ഡിഫറൻസ് ആണ്. രണ്ട് ഫോർമേഷൻ റിയാക്ഷൻസിന്റെ ഫ്രീ എനർജി ചേഞ്ചിന്റെ ഡിഫറൻസ് ആണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് പോവാ. എന്താണ് ഈ this reaction? This is actually delta G is equal to delta H minus P delta S ആണ്. If this delta G is negative, അതായത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണ്. കേൾക്കണം, ഞാൻ ലാസ്റ്റത്തെ പോയിന്റ് പറയാൻ പോവാണ്. If this delta G is negative, that means delta G this delta G minus this delta G, ഈ ഡെൽറ്റ ജിയിൽ നിന്നും ഈ ഡെൽറ്റ ജി മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ this reaction is feasible. Okay, that is if delta Rg is negative, this reaction is feasible, which is possible. എന്താണ് അർത്ഥം? feasible. ഇത് പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? MXO എന്ന് പറയുന്ന ഓക്സൈഡിനെ M- എന്ന് പറയുന്ന റെഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം at this particular temperature. ഈ പറയുന്ന ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിലാണ് നിങ്ങൾ ഈ ഡിഫറൻസ് കണ്ടുപിടിച്ചത്, ആ ടെമ്പറേച്ചറിൽ ഈ മെറ്റൽ ഓക്സൈഡിനെ ഈ റെഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. എന്നാൽ if this delta G is negative, then MXO നെ M- കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. മനസ്സിലായില്ല? MXO നെ M- കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അത് ഓർമ്മ, MX നെ M- കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഇത് നെഗറ്റീവ് ആണ്?
ഏത് ടെമ്പറേച്ചറിൽ നിങ്ങൾ ഏത് ടെമ്പറേച്ചറിലാണ് ഇത് കണ്ടുപിടിച്ചത് ആ ടെമ്പറേച്ചർ. സപ്പോസ് ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം, ദിസ് ഡെൽറ്റ ആർ ഈസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് നെഗറ്റീവ് അല്ലേ? ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം, അപ്പൊ ഇതിന്റെ റിവേഴ്സ് നെഗറ്റീവ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് പോസിറ്റീവ് ആണ്. That means minus of delta FG MXO minus delta FG M dash XO. അത് നെഗറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അറിയാവുക? M dash XO നെ M dash എന്നുള്ള മെറ്റലിന്റെ ഓക്സൈഡിനെ M കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഇത് നെഗറ്റീവ് ആണെങ്കിൽ എമ്മിന്റെ ഓക്സൈഡിനെ M ഡാഷ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. പറയുന്ന കേൾക്ക്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതിന്റെ ഓക്സൈഡിനെ ഈ മെറ്റൽ കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അതേസമയം ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? M ഡാഷ് XO നെ M കൊണ്ട് റെഡ്യൂസ് ചെയ്യാം at that particular temperature. താഴേക്ക് പോയാ അപ്പൊ ഈക്വേഷൻ കിട്ടിയത് വരുന്നോ മനസ്സിലാക്കൊണ്ടുപോവാ. ഈക്വേഷൻ നെഗറ്റീവ് ആണ്. ഈക്വേഷൻ നെഗറ്റീവ് ആയാൽ എന്താ മനസ്സിലാവുന്നത്? ഈ ഈക്വേഷൻ നെഗറ്റീവ് ആയാൽ ഈ റിയാക്ഷൻ പോസിബിൾ ആണ്. അതായത് ഈ റിയാക്ഷൻ പ്രോസസ് പോസിബിൾ ആണ്. അതായത് ഈ MXO ന് M ഡാഷ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം അല്ലെ? അതല്ലേ ഇവിടെ കാണിച്ചിട്ടില്ലേ? MXO ന് M ഡാഷ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അതേസമയം ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് നെഗറ്റീവ് ആണ്. അതായത് ഈ റിയാക്ഷന്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. അതായത് M ഡാഷ് XO നെ M കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പൊ ഇത് നെഗറ്റീവ് ആണോ അല്ലയോ എന്നറിയണം. ഈ ഡെൽറ്റ ആർ നെഗറ്റീവ് ആണോ അല്ലയോ എന്നറിയണം. അതിനെന്ത് വേണം? ഈ രണ്ട് വാല്യൂ അറിയണം അല്ലെ? ഈ രണ്ട് വാല്യൂ. ഇതെന്താണ് ആക്ച്വലി? ഒരു മെറ്റൽ അതിന്റെ ഓക്സൈഡായി മാറുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി. ഇത് വേറൊരു മെറ്റൽ, മനസ്സിലാക്കണേ, ഇത് ഒരു മെറ്റൽ പിന്നെ ഓക്സൈഡായി മാറുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി. ഇത് വേറൊരു മെറ്റൽ ഓക്സൈഡായി മാറുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി. അപ്പൊ രണ്ട് മെറ്റലുകൾ പോട്ടെ, ഒരുപാട് മെറ്റലുകൾ എത്ര വേണം എത്ര എടുക്കാം. ഒരുപാട് മെറ്റലുകൾ ഓക്സൈഡായി മാറുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി വാല്യൂ അറിയണം. അതിൽ നിന്ന് ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ എവിടെയാണ് നെഗറ്റീവ് ആവുന്നത് അതിനനുസരിച്ച് റെഡ്യൂസിങ് ഏജന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എന്ത് വേണം? ഇത് നെഗറ്റീവ് ആണെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ വാല്യൂ അറിയണം, ഇതിന്റെ വാല്യൂ അറിയണം. ഇതെന്താണ്? ഇതൊരു ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി ആണ്. ഇത് വേറെ മെറ്റൽ അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ഈ രണ്ട് വാല്യൂസ് അറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വായിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് എല്ലിംഗ്ഹാം എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തു പറഞ്ഞാല് ഒരു ഗ്രാഫ് വരച്ചു. ഓക്കെ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ, ഒരു ഗ്രാഫ് വരച്ചു. എന്താണ് ആ ഗ്രാഫിൽ എടുത്തത് അറിയാമോ? Y ആക്സിസിൽ ഡെൽറ്റ ജി വാല്യൂ എടുത്തു. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചെയ്യാം. എന്തിന്റെ അറിയാവോ? ഒരു മെറ്റൽ ഒരു മോൾ ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ ഓക്സൈഡായി മാറുന്ന റിയാക്ഷന്റെ ഒരു മെറ്റല് ഒരു മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. പല ടെമ്പറേച്ചറുകളിൽ ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ പല ടെമ്പറേച്ചറുകളിൽ ഓക്സൈഡ് ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ ജി വാല്യൂ കണ്ടെത്തി. T1 ടെമ്പറേച്ചറിൽ ഡെൽറ്റ ജി എത്രയാണെന്ന് കണ്ടെത്തി, T2 എത്രയാണെന്ന് കണ്ടെത്തി, T3 എത്രയാണെന്ന് കണ്ടെത്തി. എന്നിട്ടൊരു പ്ലോട്ട് വരച്ചു, ഗ്രാഫ് വരച്ചു. ഓക്കെ, ഒരു ഗ്രാഫ് വരച്ചു. ഒരു മെറ്റലല്ല, ഒരുപാട് മെറ്റൽ, M1 എന്നുള്ള മെറ്റൽ, M2 എന്നുള്ള മെറ്റൽ, M3 എന്നുള്ള മെറ്റൽ, അങ്ങനെ ഒരുപാട് മെറ്റലുകൾ. ഞാൻ തൽക്കാലം രണ്ട് മെറ്റൽ എടുക്കുന്നു. അദ്ദേഹം എടുത്ത രണ്ട് മെറ്റലുകൾ M എന്നുള്ള മെറ്റൽ, M ഡാഷ് എന്നുള്ള മെറ്റൽ. M എന്നുള്ള മെറ്റലും M ഡാഷ് എന്നുള്ള മെറ്റലും ഓക്സിജനുമായിട്ട് ഒരു മോൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷന്റെ ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ ജി വാല്യൂ കണ്ടെത്തിയിട്ട് ഒരു പ്ലോട്ട് വരച്ചു. ഫോർ എക്സാമ്പിൾ
MO2 ആയിട്ട് മാറുന്ന റിയാക്ഷന്റെ പ്ലോട്ടാണ് ഇത് MO2. ഓക്കെ, ഇത് M-O2. അപ്പൊ ഇതിന്റെ പേരാണ്, ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിന്റെ പേരാണ് എല്ലിംഗ്ഹാം ഡയഗ്രാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയും. എല്ലിംഗ്ഹാം ഡയഗ്രാം, എല്ലിംഗ്ഹാം ഡയഗ്രാം. അപ്പൊ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് എല്ലിംഗ്ഹാം ഡയഗ്രാം ഫോർ ഫോർമേഷൻ ഓഫ് MO2 ആൻഡ് ഫോർമേഷൻ ഓഫ് M-O2. ഓക്കെ, ഇത് MO2 ഇത് M-O2. മനസ്സിലായോ? ഓക്കെ ഓക്കെ. ദെൻ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഇത് ഈ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി മാഷ് ചെയ്യുന്നത് നോക്കോ. സപ്പോസ് നിങ്ങൾ ഒരു ടെമ്പറേച്ചർ സെലക്ട് ചെയ്യുക. ഞാനിത് ഈ ടെമ്പറേച്ചർ സെലക്ട് ചെയ്യും, T1 എന്നുള്ള ടെമ്പറേച്ചർ. ആ T1 എന്നുള്ള ടെമ്പറേച്ചർ നേരെ മുകളിലോട്ടൊന്ന് കൊണ്ടുപോവാ. ആ T1 എന്നുള്ള ടെമ്പറേച്ചറിൽ M-O2ന്റെ ഡെൽറ്റ ജി വാല്യൂ -1200 മുകളിലോട്ട് പോകുന്നതും കൂടിക്കൊണ്ട് വരും കേട്ടോ. അതേ ടെമ്പറേച്ചറിൽ MO2ന്റെ ഡെൽറ്റ ജി വാല്യൂ -1000. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടെമ്പറേച്ചറുകൾ, ഈ ടെമ്പറേച്ചറിൽ T1 എന്നുള്ള ടെമ്പറേച്ചറിൽ ഡെൽറ്റ ഫോർമേഷൻ ഓഫ് ജി ഓഫ് M-O2 മൈനസ് ഡെൽറ്റ ഫോർമേഷൻ ഓഫ് ജി MO2. ഇതെത്രയാണ്? ഈ ടെമ്പറേച്ചറിൽ M-O2 എത്രയാണ്? -1200. ഓക്കെ, MO2 എത്രയാണ്? വിച്ച് ഈസ് +1000, വിച്ച് ഈസ് -200. ഇത് കിലോ ജൂളാ പറയും കേട്ടോ, കിലോ ജൂൾ പെർ മോൾ. സോ കിലോ ജൂൾ. നോക്ക്, എന്ന് പറഞ്ഞാൽ T1 ടെമ്പറേച്ചറിൽ ഈ വാല്യൂ നെഗറ്റീവ് ആണ്. T1 എന്നുള്ള ടെമ്പറേച്ചറിൽ ഈ വാല്യൂ T1 എന്നുള്ള ടെമ്പറേച്ചറിൽ ഈ വാല്യൂ നെഗറ്റീവ് ആണ്, -200 ആണ്. അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ വാല്യൂ കണ്ടുപിടിച്ചത് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? MXO-നെ M' കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് അർത്ഥം എന്താ? MO2-നെ M' കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. MO2-നെ M' കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഈ T1 എന്നുള്ള ടെമ്പറേച്ചറിൽ MO2-നെ M' കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഈ ടെമ്പറേച്ചറിലും പറ്റും, ഈ ടെമ്പറേച്ചറിലും പറ്റും, ഈ ടെമ്പറേച്ചറിലും പറ്റും, ഈ ടെമ്പറേച്ചറിലും പറ്റും, ഇവിടെ ഒക്കെ പറ്റും. ഈ പറയപ്പെട്ട ടെമ്പറേച്ചർ ഇവിടെയും പറ്റും, ഇവിടെ പറ്റും, ഇവിടെ എല്ലാം ഇതുവരെ കണ്ടുപിടിച്ചാൽ ഈ പറയപ്പെട്ട ടെമ്പറേച്ചറിലെല്ലാം ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇതിനെ ഞാൻ TX എന്ന് വിളിക്കും. ഈ TX-ന് താഴെയുള്ള ടെമ്പറേച്ചറിലെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇതുവരെയുള്ള ടെമ്പറേച്ചറുകളിൽ MO2-നെ M-O2 കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അതേസമയം ഇത് കഴിഞ്ഞാലോ, ഈ ടെമ്പറേച്ചർ കഴിഞ്ഞാലോ, ഞാൻ വേറെ ടെമ്പറേച്ചർ എടുക്കുന്ന T2. ഈ ടെമ്പറേച്ചറിൽ MO2-ന്റെ വാല്യൂ -800 ആണെന്ന് വിചാരിക്കാം. അതേ ടെമ്പറേച്ചറിൽ M-O2-ന്റെ വാല്യൂ എത്രയാണ്? -500 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതേ ടെമ്പറേച്ചറിൽ, അതായത് T2 എന്നുള്ള ടെമ്പറേച്ചറിൽ. ഓക്കെ, ഇനി ഞാൻ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഏത്? ഞാൻ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ ഡെൽറ്റ RG. ഓക്കെ, ഫോർ ഡെൽറ്റ RG മീൻസ് ഡെൽറ്റ ഫോർമേഷൻ ഓഫ് വാട്ട്? MO2 മൈനസ് ഡെൽറ്റ ഫോർമേഷൻ ഓഫ് M-O2. ഈ T2 ഉള്ള ടെമ്പറേച്ചർ കണ്ടുപിടിച്ചേ. MO2-ന്റെ എന്താണ്? -800. ഓക്കെ, അതേസമയം മറ്റതിന്റെ എത്രയാണ്? മൈനസ് പ്ലസ്, അപ്പൊ +500. അപ്പൊ എത്രയായി? -300.
എം ഡാഷിന് എം കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. നേരത്തെ എങ്ങനെയായിരുന്നു? എമ്മിനെ എം ഡാഷ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഇപ്പോഴോ എം ഡാഷിന് എം കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അതായത് ഈ ടെമ്പറേച്ചറിന് താഴെ Tx എന്നുള്ള ടെമ്പറേച്ചറിന് താഴെ, ഞാൻ പറഞ്ഞു കേൾക്കണേ, Tx എന്നുള്ള ടെമ്പറേച്ചറിന് താഴെ MO2-നെ എം ഡാഷ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. Tx എന്നുള്ള ടെമ്പറേച്ചറിന് മുകളിൽ എം ഡാഷിന് എം കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. എം ഡാഷ് O2-നെ എം കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് താഴെ MO2-നെ എം ഡാഷ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അതേസമയം ഇതിന് മുകളിൽ എം ഡാഷ് O2-നെ എം കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. എന്തുകൊണ്ട് മനസ്സിലായോ? നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടണം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഡാറ്റ എന്ന് അറിയാവോ? എൽലിംഗ്ഹാം ഡയഗ്രത്തിൽ താഴെ കിടക്കുന്ന ഒരു മെറ്റൽ കൊണ്ട് മുകളിലുള്ള മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാം. അങ്ങനെയല്ലേ? മുകളിലുള്ള മെറ്റൽ ഓക്സൈഡിനെ താഴെയുള്ള മെറ്റൽ കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഇവിടെ മുകളിൽ ആരാളത് MO2, താഴെ ആരാളത് M ഡാഷ് O2. അപ്പൊ MO2-നെ M ഡാഷ് കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. അതേസമയം ഈ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ M ഡാഷ് O2-നെ M കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. മുകളിലുള്ള ആളെ താഴെയുള്ള ആളെ കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും അതിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ നിന്ന് നമുക്ക്, അതായത് ഈ ഡയഗ്രം നോക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് മെറ്റൽസ്, ഞാൻ രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളൂ, ഇങ്ങനെ ഒരുപാട് മെറ്റൽസ്, സിൽവർ, കോപ്പർ, സിങ്ക്, കാർബൺ, ഗോൾഡ്, അങ്ങനെ ഒരുപാട് മെറ്റലുകൾ ഒരുപാട് ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ അതിന്റെ ഫ്രീ എനർജി ചേഞ്ച് എത്രയാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അങ്ങനെ കുറെ പ്ലോട്ടുകളായിട്ട് കാണിച്ചു. എല്ലാത്തിനും ഒരു ഒറ്റ പ്ലോട്ടിൽ കാണിച്ചു. ആ പ്ലോട്ടിന്റെ പറഞ്ഞ പേരാണ് എല്ലിംഗ്ഹാം ഡയഗ്രാം. ആ എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റും സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് റെഡ്യൂസിങ് ഏജന്റ് കണ്ടെത്തുക? മുകളിലുള്ള മെറ്റൽ ഓക്സൈഡിനെ താഴെയുള്ള മെറ്റൽ കൊണ്ട് റെഡ്യൂസ് ചെയ്യാം. ആ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറും കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിലെ അടുത്ത വീഡിയോയിൽ നമ്മൾ എല്ലിംഗ്ഹാം ഡയഗ്രത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയും. ഓക്കെ.